ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഞാൻ ഹമീദ് ഓർബേറ്റ്. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഗ്ലൂ ഗൺ ഉപയോഗിച്ച് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാമെന്നും അതുപയോഗിച്ച് എന്തെല്ലാം ഒട്ടിച്ചെടുക്കാമെന്നും ഇതിന്റെ പ്രവർത്തന രീതി എങ്ങനെയാണെന്നും വിശദമായി തന്നെ നോക്കാൻ പോവുകയാണ്. അപ്പൊ നമുക്ക് ഗ്ലൂ ഗൺ ഉപയോഗിച്ച് കുറച്ച് പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് ഇതിന്റെ വർക്കിംഗ് നമുക്ക് വിശദമായി തന്നെ പഠിക്കാം. ഇപ്പോൾ കാണിക്കുന്നത് 20 വാട്ട്സിന്റെ ഗ്ലൂ ഗണ്ണാണ്. പിന്നീട് നമ്മൾ കാണിക്കുന്നത് 40 വാട്ട്സിന്റെ അതിന്റെ വലിയ ഗ്ലൂ ഗണ്ണും പിന്നീടായി നമ്മൾ കാണിക്കുന്നത് 80 വാട്ട്സിന്റെ ഹൈ പവറിൽ ചൂടാവുന്ന ഗ്ലൂ ഗണ്ണുമാണ്. ഇപ്പോൾ ഇതിൽ കാണുന്നതാണ് ഗ്ലൂ സ്റ്റിക്ക്. ഈ ചെറിയ സ്റ്റിക്ക് നമ്മൾ ആദ്യം കാണിച്ച 20 വാട്ട്സിന്റെ ചെറിയ ഗ്ലൂ ഗണ്ണിൽ ഉപയോഗിക്കുന്നതാണ്. ഈ വലിയ ഗ്ലൂ സ്റ്റിക്ക് 40 വാട്ട്സ് മുതൽ മുകളിലോട്ടുള്ള വലിയ ഗ്ലൂ ഗണ്ണുകളിൽ ഉപയോഗിക്കുന്നതാണ്. ഗ്ലൂ ഗണ്ണിനെ അടുത്തറിയാൻ നമുക്ക് ഈ ഗ്ലൂ ഗൺ ഒന്ന് അഴിച്ചു നോക്കാം. ഈ ക്ലിപ്പ് അഴിച്ചു വെച്ചതിന് ശേഷം സ്ക്രൂ എല്ലാം ഒരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് അഴിച്ചെടുക്കുക. ഇത്രയും സാധനങ്ങളാണ് ഇതിനകത്തുള്ളത്. സ്വിച്ച് ഇല്ലാതെ നേരിട്ട് സപ്ലൈ കൊടുക്കുന്ന ഒരു ഗ്ലൂ ഗണ്ണാണ് നമ്മൾ നോക്കുന്നത്. ഇതിലേക്ക് നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ് നേരെ ഇതിൻ്റെ കോയിലിലേക്കാണ് പോകുന്നത്. ഈ നോസിലിന് ചേർന്ന് കാണുന്ന ഇതാണ് ഹീറ്റിംഗ് കോയിൽ. ഗ്ലൂ ഗൺ സ്വിച്ച് ഉള്ളതും സ്വിച്ച് ഇല്ലാത്തതും ചൂട് ക്രമീകരിക്കാൻ പറ്റുന്നതും എല്ലാ തരത്തിലുള്ളവയും ഇന്ന് നമുക്ക് മാർക്കറ്റിൽ ലഭ്യമാണ്. ഗ്ലൂ ഗണ്ണുകൾ 250 രൂപ മുതൽ 350 രൂപ വരെയുള്ള പല വിലകളിലും കടകളിൽ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ നോക്കുക. ഈ ട്രിഗറിൽ ഇങ്ങനെ അമർത്തുമ്പോഴാണ് ഈ ഗ്ലൂ നോസിലിലൂടെ പുറത്തോട്ട് വരുന്നത്. നമ്മൾ ഒരിക്കൽ ലോഡ് ചെയ്ത് വെച്ചിട്ടുള്ള ഗ്ലൂ സ്റ്റിക്ക് പിന്നീട് ഒരിക്കലും ചൂടാക്കിയതിന് ശേഷം പുറകിലോട്ട് വലിച്ചൂരിയെടുക്കാൻ ശ്രമിക്കരുത്. അങ്ങനെ ചെയ്താൽ ഈ ഗ്ലൂ സ്റ്റിക്ക് കടന്നു പോകുന്ന റബ്ബർ വാഷർ അവിടെ നിന്നും സ്ഥാനചലനം സംഭവിക്കുകയും ഗ്ലൂ ഗണ്ണ് കംപ്ലൈൻ്റ് ആയി പോകാനും സാധ്യതയുണ്ട്. ഒരിക്കലും ഗ്ലൂ സ്റ്റിക്ക് പുറകിലോട്ട് വലിച്ചൂരിയെടുക്കരുത്. ഗ്ലൂ സ്റ്റിക്ക് തീരുന്ന പക്ഷം അടുത്ത ഗ്ലൂ സ്റ്റിക്ക് പുറകിൽ നിന്നും ലോഡ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. ഈ ട്രിഗറിൽ ഇങ്ങനെ അമർത്തി കൊടുക്കുമ്പോഴാണ് ഇതുപോലെ ഗ്ലൂ പുറത്തോട്ട് വരുന്നത്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. ഇനി നമുക്ക് ഇതൊന്ന് അടച്ച് സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് മറ്റു കാര്യങ്ങൾ നോക്കാം. ഇത് ഒരു ഓൺ ഓഫ് സ്വിച്ചാണ്. ചില ഗണ്ണുകളിൽ ഇത് ചൂട് ക്രമീകരിക്കാനുള്ള സ്വിച്ചായിട്ടും വരാറുണ്ട്. അങ്ങനെ ക്രമീകരിക്കാവുന്നതിൽ 80 വാട്ട്സ് 100 വാട്ട്സ് അല്ലെങ്കിൽ 60 വാട്ട്സ് 100 വാട്ട്സ് എങ്ങനെയൊക്കെ ആയിരിക്കും സെലക്ഷൻ ഉണ്ടാവുക. ഈ ഹോളിലൂടെയാണ് ഗ്ലൂ സ്റ്റിക്ക് ലോഡ് ചെയ്യേണ്ടത്. വീഡിയോയിൽ കാണുന്നത് പോലെ ഗ്ലൂ സ്റ്റിക്ക് എടുത്ത് ഈ ഹോളിലൂടെ പരമാവധി അകത്തേക്ക് തള്ളി കൊടുക്കുക. മാക്സിമം അകത്തെത്തിയതിനു ശേഷം ട്രിഗർ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഈ ഗ്ലൂ ഗൺ ഉപയോഗിക്കുന്ന സമയത്ത് ഗ്ലൂ ഗണ്ണിനെ സേഫായി ഒരിടത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ ക്ലാമ്പ് ഇതിനകത്ത് ഫിറ്റ് ചെയ്യുന്നത്. ഇത് ഒരു ക്ലിപ്പാണ്. അതിൻ്റെ 2 ഹോളിൽ 2 എൻഡും ക്ലിപ്പ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് ഇതുപോലെ ഇങ്ങനെ നിർത്താവുന്നതാണ്. ഗ്ലൂ ഗണ്ണിനെ കുറിച്ച് നമ്മളിപ്പോൾ എല്ലാം മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് ഗ്ലൂ ഗൺ ഉപയോഗിച്ച് കുറച്ച് പ്രൊജക്റ്റുകൾ ചെയ്ത് നോക്കാം. ഇതുകൊണ്ട് നമുക്ക് ഏത് മെറ്റീരിയലും ഒട്ടിക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. എത്ര മിനുസമുള്ള സർഫേസിലാണെങ്കിലും നമുക്ക് ഒട്ടിച്ചു കഴിഞ്ഞാൽ ഇൻസ്റ്റൻറ്റ് ബോണ്ടിങ് ലഭ്യമാകും. ഈ ഗ്ലൂ സ്റ്റിക്ക് നമുക്ക് സോൾഡറിങ് ആണോ മെഴുകുതിരിയോ പോലെയുള്ള ചൂടുള്ള എന്ത് സാധനം വെച്ചും ഗ്ലൂ ആക്കി എടുക്കാൻ പറ്റും. ഗ്ലൂ ഗണ്ണിൽ ഉപയോഗിക്കുമ്പോൾ മാത്രമാണ് ഫിനിഷിംഗ് ആയിട്ട് നമുക്ക് വർക്കുകൾ ചെയ്തെടുക്കാൻ സാധിക്കുക. ഈ വീഡിയോയിൽ കാണുന്നത് പോലെ എന്ത് മെറ്റീരിയലും നമുക്ക് ഇത് ഉപയോഗിച്ച് ഒട്ടിച്ചെടുക്കാവുന്നതാണ്. നല്ല ഫിനിഷിങ്ങും കിട്ടുന്നതാണ്. ഏതെങ്കിലും ഗ്യാപ്പുകൾ ഫില്ല് ചെയ്യാനും അതുപോലുള്ള ആവശ്യങ്ങൾക്കും നമുക്ക് ഈ ഗ്ലൂ ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഈ കുട്ടികളുടെയൊക്കെ ഉടുപ്പിലും മറ്റും ഒട്ടിച്ച് വെച്ചിരിക്കുന്ന മുത്തുകളും അതുപോലെ പൂവുകളും എല്ലാം അതൊക്കെ ഒട്ടിച്ചു വരുന്നത് ഈ ഗം ഉപയോഗിച്ചിട്ടാണ്. ഇങ്ങനെ ഓരോ ഉപകരണങ്ങളെ പറ്റിയും വിശദമായി തന്നെ പരിചയപ്പെടുന്നതിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും തന്നെ മറന്നു പോകരുത്. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഗ്ലൂ ഒട്ടിക്കാൻ വേണ്ടി മാത്രമല്ല ഉപയോഗിക്കുന്നത്, മറ്റു പല കരകൗശല വസ്തുക്കൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ടും ഈ ഗ്ലൂ ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ ചില ഉദാഹരണങ്ങൾ നമ്മളിപ്പോൾ ഇവിടെ കാണിക്കുകയാണ്. നിങ്ങളുടെ കഴിവിനനുസരിച്ച് നിങ്ങൾക്ക് ഏത് വിധത്തിലുള്ള ഉപകരണങ്ങളും അല്ലെങ്കിൽ ഇതുപോലുള്ള ക്രാഫ്റ്റ് വർക്കുകളും നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്തെടുക്കാവുന്നതാണ്.
വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഈ ഗ്ലൂ സ്റ്റിക്ക് പലവിധ കളറിലും ഇത് ലഭ്യമാണ്. നിങ്ങൾ ക്രാഫ്റ്റ് വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള കളറിലുള്ള ഗ്ലൂ സ്റ്റിക്ക് തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വർക്ക് അതിമനോഹരമായി നിങ്ങൾക്ക് ചെയ്തു തീർക്കാൻ സാധിക്കും. ഞാനിവിടെ ചെയ്തു കാണിക്കുന്നത് വെറും സാമ്പിളുകൾ മാത്രമാണ്. നിങ്ങളുടെ ഭാവനക്കും കഴിവിനും അനുസരിച്ച് നിങ്ങൾക്ക് ഏതുവിധ പ്രൊഡക്റ്റുകളും ഇതുപയോഗിച്ച് നിർമ്മിച്ചെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇതിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ബാസ്ക്കറ്റിൻ്റെ സാമ്പിളാണ്. അത് നമുക്ക് ഇങ്ങനെ ഈ കളികൾ ഉണ്ടാക്കിയതിന് ശേഷം ഇത് കൂട്ടി ചെയ്ത് നമുക്ക് ചെറിയൊരു ബാസ്ക്കറ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് നല്ല കട്ടിയിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് നിർമ്മിക്കുകയാണെങ്കിൽ നല്ല ബലത്തിൽ തന്നെ നമുക്ക് നിർമ്മിച്ചെടുക്കാൻ സാധിക്കും. ഇതിപ്പോൾ ജസ്റ്റ് നമ്മൾ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇത് ചെയ്യുന്നത്. ഇതുപോലെ നിങ്ങളുടെ ഐഡിയക്കനുസരിച്ച് എന്തൊരു പ്രൊഡക്റ്റും നിങ്ങൾക്ക് നിർമ്മിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളാണ് നമുക്ക് ഗ്ലൂ ഗണ്ണും ഗ്ലൂ സ്റ്റിക്കും ഉപയോഗിച്ച് ചെയ്തെടുക്കാൻ സാധിക്കുന്നവ. ഇതുപോലെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി ഉടനെ തന്നെ ഞാൻ വരുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. തുടർന്നുള്ള വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ബെൽ ബട്ടൺ ആക്ടിവേറ്റ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഉറപ്പുവരുത്തുക. അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ കൂട്ടുകാർക്ക് ദയവായി നമ്മുടെ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുക.